കോഴിക്കോട് AI തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിൽ. മുഖ്യപ്രതി കൗശൽ ഷായുടെ കൂട്ടാളികളാണ് ഗോവയിൽ നിന്ന് പിടിയിലായത്. AI ഉപയോഗിച്ച് വാട്സാപ്പ് കോൾ വഴി കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് 40,000 രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഷഹദ് റഹ്മാൻ നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. ഷഹദ്, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികൾ ഇവർ ഏത് രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത്? എന്തായിരുന്നു ഇവർക്ക് ഈ സംഭവത്തിലെ പങ്ക്? പ്രജിൻ, ഈ മുഖ്യപ്രതിയായിട്ടുള്ള കൗശൽ ഷായ്ക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ചെയ്തുകൊണ്ടിരുന്നത് ഈ രണ്ടു പേരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ രണ്ടു പേർക്ക് പുറമെ വേറെ 2 പേർ കൂടി ഉണ്ട് എന്നുള്ളൊരു വിവരവും പോലീസിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. ഇതിനു മുൻപ് ഈ കേസിൽ വേറൊരു അറസ്റ്റ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇനി ഈ കേസിൽ പിടികൂടാനുള്ളത് 3 പേരെയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. മുഖ്യപ്രതി കൗശൽ ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇതിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ 2 പേർ എന്ന് പറയുന്നത് ഇവർ പൂനെ അതുപോലെ തന്നെ മുംബൈ സ്വദേശികളാണ്. ഇവരെ പിടികൂടിയിട്ടുള്ളത് ഗോവയിലെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരിൽ നിന്നും 40 സിമ്മുകൾ, അതുപോലെ തന്നെ ATM കാർഡുകൾ, 4 ചെക്ക് ബുക്ക്, 5 മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പോലീസ് സംഘം, അതായത് സൈബർ പോലീസ് സംഘം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു. അങ്ങനെ ഗോവയിൽ എത്തിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും ഈ പ്രതിക്ക് പല സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടാനും അതുപോലെ തന്നെ മൊബൈൽ നമ്പറുകൾ മാറി മാറി ഉപയോഗിക്കാനും ഒക്കെ തന്നെ സഹായിച്ചിരുന്നത് ഈ പ്രതികളാണ്, ഈ പിടിയിലായിട്ടുള്ള പ്രതികളാണ്. ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറിൽ ഈ സൈബർ സെല്ല് തന്നെ വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി ഈ കേസിൽ 3 പ്രതികളെയാണ് പിടികൂടാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നടന്നിട്ടുള്ള AI തട്ടിപ്പാണ്. ആ തട്ടിപ്പിലാണ് ഇപ്പോൾ ഈ 2 പ്രതികൾ കൂടി പിടിയിലാകുന്നത്. പ്രത്യേകിച്ച് ഈ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇവർ എല്ലാവരും തന്നെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഇവർക്കുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോലീസിന് ചെന്നാൽ കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടത്തല്ല ഈ പ്രതികൾ ഉണ്ടായിരുന്നത്. മാത്രവുമല്ല കുറെ അധികം ബന്ധങ്ങളും ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിടിയിലായിട്ടുള്ള പ്രതികൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ, അതായത് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഏതെല്ലാം സ്റ്റേഷനുകളിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പ്രജിൻ, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.